സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ വിതരണത്തിലേക്ക് മുൻ സർക്കാരിന്റെ പദ്ധതികളൊന്നും തന്നെ നിർത്തില്ല എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പ്രഖ്യാപനം. വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു. നാളെ 2026 ഏപ്രിൽ മാസം 16-ാം തീയതി ശനിയാഴ്ച ദിവസം, നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ അവസാനം വരെ കാണുക. മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 3 രൂപ വീതമാണ് പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വില വർധനവ് നിലവിൽ വന്നു. വില വർദ്ധിപ്പിച്ചതോടെ കൊച്ചിയിൽ പെട്രോള് ലിറ്ററിന് 108.74 രൂപയായി. 97.63 രൂപയാണ് കൊച്ചിയിൽ 1 ലിറ്റർ ഡീസലിന് നൽകേണ്ടത്. പെട്രോൾ ഡീസൽ വില വർധനവിന് പിന്നാലെ അവശ്യ സാധനങ്ങളുടെ വിലയും വർദ്ധിക്കും. പശ്ചിമേഷ്യൻ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ധന വില ഉയർത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ കുറച്ച് ദിവസങ്ങളായി തന്നെ ഉണ്ടായിരുന്നു. ഇന്ധന ഉപയോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനം വില വർദ്ധിപ്പിക്കുന്നതിന്റെ മുന്നോടിയാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിന് പിന്നാലെയാണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ സംഘർഷത്തെ തുടർന്ന് ആഗോള ഊർജ്ജ വിതരണത്തിൽ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും രാജ്യത്ത് ഇന്ധനക്ഷാമം ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ഇന്ധന നിയന്ത്രണം ഏർപ്പെടുത്താൻ പദ്ധതിയില്ല എന്നും ഓയിൽ സെക്രട്ടറി നീരജ് മിത്തൽ അറിയിച്ചു. ഇന്ത്യയിൽ നിലവിൽ 60 ദിവസത്തേക്കുള്ള ഇന്ധന ശേഖരവും 45 ദിവസത്തേക്കുമുള്ള LPG ശേഖരവും ഉണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ഇന്ന് ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ന് കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നുണ്ട്. നാളെ ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും, ഞായറാഴ്ച ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, കേരളം പാപ്പരായ സംസ്ഥാനമാണെന്നും UDF സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത് എന്നുമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി മുൻ ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. ഓരോ വർഷവും ചുരുങ്ങിയത് 10,000-ലധികം കോടി രൂപയാണ് സംസ്ഥാന ഖജനാവിൽ അധികമായി വരാൻ പോകുന്നതെന്നും 5 വർഷം കൊണ്ട് 50,000 കോടി രൂപ ഇതിലൂടെ അധികമായി ഖജനാവിലെത്തുമെന്നും KN ബാലഗോപാൽ വ്യക്തമാക്കി. രണ്ടാം പിണറായി സർക്കാർ അധികാരമൊഴിയുമ്പോൾ 4,000 കോടി രൂപ ഖജനാവിൽ നീക്കിയിരിപ്പുണ്ടായിരുന്നു. UDF സർക്കാർ തങ്ങളുടെ വാഗ്ദാനങ്ങളിൽ നിന്ന് പിൻവാങ്ങി ജനങ്ങളെ കബളിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ് ആന്റണിയുടെ പ്രസ്താവനയിലൂടെ മനസ്സിലാകുന്നത് എന്നും ബാലഗോപാൽ വ്യക്തമാക്കി. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒരു 4,000 കോടി രൂപ നീക്കിയിരിപ്പുള്ളത് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ പോലും തികയില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. അപ്പോൾ ഇനിയും സംസ്ഥാനം കടമെടുപ്പിലേക്ക് പോകേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ മാത്രമേ ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ചിട്ടുള്ള 1000 രൂപ നൽകുന്ന മറ്റു ക്ഷേമ പദ്ധതികളൊക്കെ നൽകാൻ സാധിക്കുകയുള്ളൂ. LDF സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതികൾ, അതായത് ക്ഷേമ പദ്ധതികളൊന്നും നിർത്തുകയില്ല. അതിൽ ആവശ്യമായിട്ടുള്ള ചില തിരുത്തലുകൾ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നിവയൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ അതിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനമുണ്ടാകും. മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ്. അതിനുശേഷമായിരിക്കും സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് നൽകുന്ന സുരക്ഷാ പെൻഷന്റെ വിതരണത്തെ സംബന്ധിച്ചുള്ള ഉത്തരവിറങ്ങുന്നത്. സർക്കാരിന്റെ ക്ഷേമ ആനുകൂല്യങ്ങളൊന്നും തന്നെ നൽകുന്ന കാര്യത്തിൽ താമസം ഉണ്ടാവില്ല എന്നുള്ളതാണ് സർക്കാരിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, പൈലറ്റും എസ്കോർട്ടും ഒഴികെ മറ്റു വാഹനങ്ങൾ വേണ്ട എന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ നിർദ്ദേശം. യാത്ര പോകുമ്പോൾ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കരുതെന്നും റോഡ് ബ്ലോക്ക് ചെയ്യരുതെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. എസ്കോർട്ടും വേണ്ടെന്ന നിലപാടും VD സതീശൻ സ്വീകരിച്ചെങ്കിലും പോലീസ് അംഗീകരിച്ചില്ല. നവകേരള യാത്രയ്ക്ക് പിന്നാലെയാണ് മുൻ മുഖ്യമന്ത്രിയുടെ യാത്ര സംബന്ധിച്ച് വലിയ ചർച്ചയുണ്ടായത്. മുഖ്യമന്ത്രിയുടെ പാസിംഗ് സമയത്ത് മണിക്കൂറുകളോളം റോഡ് ബ്ലോക്ക് ചെയ്യുന്നതിനെതിരെയും വിമർശനം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രി പോകുമ്പോൾ ട്രാഫിക് സിഗ്നൽ അടക്കം ഓഫ് ചെയ്തിരുന്നു. എന്നാൽ VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമ്പോൾ പുതിയ ശൈലി ആരംഭിക്കാൻ തുടങ്ങുകയാണ്.
പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.